ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ജീവചരിത്രങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ജീവചരിത്രവും ആത്മകഥയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നമുക്കറിയാം, ജീവചരിത്രമെന്ന് പറയുന്നത് ജീവചരിത്രം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെക്കുറിച്ച് ഒരാൾ എഴുതിയ ജീവിത ചരിത്രമാണ്. ഇതിൻ്റെ പ്രധാന വ്യത്യാസങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപരേഖയും അതുപോലെ തന്നെ അവൻ്റെ ജീവിതഗതിയും വിവരിക്കുന്ന രണ്ട് പരമ്പരാഗത സാഹിത്യ രൂപങ്ങളാണ് ഈ ജീവചരിത്രവും ആത്മകഥയും എന്ന് പറയുന്നത്. ജീവചരിത്രം അഥവാ ബയോഗ്രഫി എന്ന് പറയുന്നത് മറ്റൊരാൾ എഴുതിയ ഒരു വ്യക്തിയുടെ ജീവിതചരിത്രമാണ്. ഇപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റൊരാൾ എഴുതുന്ന ആ സാഹിത്യ രൂപം അതിനെ ജീവചരിത്രം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബയോഗ്രഫി എന്നാണ് പറയുന്നത്. പക്ഷേ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വ്യക്തിയും അവനെക്കുറിച്ച് തന്നെ അവർ സ്വയം എഴുതുന്നതാണ് ആത്മകഥ. അപ്പോൾ പ്രധാന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ജീവചരിത്രങ്ങൾ മലയാളത്തിൽ നോക്കാം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ ജീവചരിത്രമാണ് വിശാഖ വിജയം. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എഴുതിയ ഒരു ജീവചരിത്രമാണ് വിശാഖ വിജയം. നെക്സ്റ്റ് വൺ, പോൾ മണലിൽ എഴുതിയ അഴീക്കോടിനെ കുറിച്ച് എഴുതിയത്. പോൾ മണലിൽ എഴുതിയ ഒരു ജീവചരിത്രമാണ് അഴീക്കോട് എന്ന വിചാരശില്പി. അഴീക്കോട് എന്ന വിചാരശില്പി. തേർഡ് വൺ, കടത്തനാട് ഉദയവർമ്മ എഴുതിയ ജീവചരിത്രമാണ് കവി കലാപം. കടത്തനാട് ഉദയവർമ്മ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് കവി കലാപം. നെക്സ്റ്റ് വൺ, GN പണിക്കർ എഴുതിയ രണ്ട് ജീവചരിത്രങ്ങൾ പഠിക്കാനുണ്ട്. ദേവ് അതുപോലെ തന്നെ കേശവദേവ്. ദേവ്, കേശവദേവ്. ഡോക്ടർ KM തരകൻ എഴുതിയ രണ്ട് ജീവചരിത്രങ്ങളാണ് ഉറൂബിനെ കുറിച്ചും ബഷീറിനെ കുറിച്ചും. ഒന്നാമത്തത് അനശ്വരനായ ഉറൂബ്, സെക്കൻഡ് വൺ അനുഗ്രഹീതനായ ബഷീർ. ഓർത്ത് വെക്കുക, ഡോക്ടർ KM തരകൻ, അനശ്വരനായ ഉറൂബ്, അനുഗ്രഹീതനായ ബഷീർ. സേതുമാധവൻ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ഒരു പത്രാധിപരുടെ കഥ. ഒരു പത്രാധിപരുടെ കഥ. K ഭാസ്കരൻ പിള്ള എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് സ്വദേശാഭിമാനി. K ഭാസ്കരൻ പിള്ള, സ്വദേശാഭിമാനി. റോസി തോമസ് എഴുതിയതാണ് ഇവൻ എൻ്റെ പ്രിയ CJ. ചോദിച്ചിട്ടുള്ളതാണ് എക്സാം. ഇവൻ എൻ്റെ പ്രിയ CJ, അത് റോസി തോമസ് എഴുതിയതാണ്. KP അപ്പൻ എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു. KP അപ്പൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ്. KP അപ്പൻ എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു. AV അനിൽകുമാർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചരിത്രത്തിനൊപ്പം നടന്ന ആൾ. ആരെക്കുറിച്ചാണ്? EMSനെ കുറിച്ചാണ് എഴുതിയത്. AV അനിൽകുമാർ ആണ് ചരിത്രത്തിനൊപ്പം നടന്ന ആൾ എന്ന ജീവചരിത്രം EMSനെ പറ്റി എഴുതിയത്. അതുപോലെ തന്നെ EMSനെ കുറിച്ച് മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. പുള്ളി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് അറിയപ്പെടാത്ത EMS. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് EMSനെ പറ്റി എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് അറിയപ്പെടാത്ത EMS. നെക്സ്റ്റ് വൺ, ജോർജ് ഓണക്കൂർ എഴുതിയ ജീവചരിത്രമാണ് MP പോള്. ജോർജ് ഓണക്കൂർ എഴുതിയ ജീവചരിത്രമാണ് MP പോള്. PK പരമേശ്വരൻ നായർ എഴുതിയ ജീവചരിത്രമാണ് CV രാമൻപിള്ള. PK പരമേശ്വരൻ നായർ എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് CV രാമൻപിള്ള. K സുരേന്ദ്രൻ എഴുതിയ ജീവചരിത്രമാണ് കുമാരനാശാൻ. ആശാനെ കുറിച്ച് എഴുതിയതാണ് K സുരേന്ദ്രൻ എഴുതിയതാണ് കുമാരനാശാൻ. ഡോക്ടർ M ലീലാവതി എഴുതിയ ജീവചരിത്രമാണ് ഗാന്ധിജിയെ പറ്റിയാണ് കേട്ടോ എഴുതിയത്. ഡോക്ടർ M ലീലാവതി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് അണയാത്ത ദീപം. ആരെ പറ്റിയാണ്? ഗാന്ധിജിയെ പറ്റിയാണ് കേട്ടോ. ഭാനുപ്രകാശ് എഴുതിയ ജീവചരിത്രമാണ് മോഹൻലാലിനെ കുറിച്ചാണ് എഴുതിയത്, മുഖരാഗം. ഭാനുപ്രകാശ് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് മുഖരാഗം, മോഹൻലാലിനെ കുറിച്ച്. ഇനി നമ്മൾ സർ MK സാനുവിൻ്റെ ജീവചരിത്രങ്ങളാണ് പരിശോധിക്കുക. ഒരു 5
അഞ്ചോളം ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സഹോദരൻ കെ അയ്യപ്പൻ ഒരു കാലഘട്ടത്തിൻ്റെ ശില്പി. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ പറ്റി സഹോദരൻ കെ അയ്യപ്പൻ ഒരു കാലഘട്ടത്തിൻ്റെ ശില്പി എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത് MK സാനു ആണ്. മറ്റ് ചങ്ങമ്പുഴയെക്കുറിച്ച് അദ്ദേഹം ഒരെണ്ണം എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. PSCക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്, മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എഴുതിയത് MK സാനു. മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശനെ പറ്റി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം. അപ്പം നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു K. സുരേന്ദ്രൻ കുമാരനാശാനെ പറ്റി ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? കുമാരനാശാൻ അല്ലേ. അതുപോലെ MK സാനു കുമാരനാശാനെ പറ്റി എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് MK സാനു എഴുതിയ ഒരു ജീവചരിത്ര ഗ്രന്ഥമുണ്ട്. ഏതാണ്? നാരായണ ഗുരുസ്വാമി. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പലതവണ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് MK സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര്? ഉത്തരം നാരായണ ഗുരുസ്വാമി. ബഷീറിനെ പറ്റി MK സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഏകദേശം ഒരു 10-15ഓളം ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെട്ടത്. ഈ ക്ലാസ് ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.